Hi all, welcome to Lakshya School Plus. I am Rahul Dev, your economics faculty. ഒരു മിനിറ്റ് കൊണ്ട് നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ കവർ ചെയ്താലോ? എന്താണത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇലാസ്റ്റിസിറ്റി കേട്ടിട്ടുണ്ടാവും, ഡിമാൻഡ് കേട്ടിട്ടുണ്ടാവും. ഡിമാൻഡ് എന്താ? ഒരു സാധനം വാങ്ങാൻ നമുക്ക് ആഗ്രഹമുണ്ട്, അതിനുള്ള പണമുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്. ഇത് മൂന്നും കൂടി വരുമ്പോൾ അതിനെ ഡിമാൻഡ് എന്ന് പറയാൻ പറ്റും. ദെൻ ഇലാസ്റ്റിസിറ്റി ചേഞ്ചസ് ആണ്. എപ്പോൾ ചേഞ്ചസ് വരുന്നുണ്ട്, അപ്പോൾ പ്രൈസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മറ്റു ഫാക്ടേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് അത് ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു. അപ്പോൾ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് കണ്ടിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിന്റെ മീനിങ് അറിയാം. അപ്പോൾ ചേഞ്ചസ് ആണ്. എന്തിനുണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച്? പ്രൈസിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച്. ചിലപ്പോൾ പ്രൈസ് ചെറിയ വ്യത്യാസമാവാം, വലിയ വ്യത്യാസമാവാം. അതിനനുസരിച്ച് അത് ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ കടയിൽ സാധനം വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കും, പ്രൈസ് ആണ് നോക്കുന്നത്. പ്രൈസ് ആ സാധനത്തിന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിമാൻഡ് കുറയാം, നമ്മൾ വാങ്ങുന്നില്ല എന്ന് വെക്കാം. ഇനി പ്രൈസ് കൂടി, അപ്പോൾ ഡിമാൻഡ് എന്തായി? കുറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഡിമാൻഡിന് മാറ്റം വരാം, മാറ്റം വന്നില്ല എന്ന് വരാം, ചിലപ്പോൾ ഡിമാൻഡ് കുറയാം. 3 രീതിയിൽ ഡിമാൻഡിനെ എഫക്ട് ചെയ്യും. അപ്പോൾ ഈ എഫക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് അത് ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു, അതാണ് എന്തിന്റെ മീനിങ്? നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താ ആ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ദ ഡിമാൻഡ് ഫോർ ഗുഡ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടാം. ഇനി പറയുന്നുണ്ട്, ദ ഇമ്പാക്ട് ഓഫ് പ്രൈസ് ചേഞ്ചസ് ഈസ് ഓൾവേസ് നോട്ട് ദ സെയിം. ചിലപ്പോൾ എന്താണ്, ഈ ചേഞ്ചസ് ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പൊ പ്രൈസിന് സാധനത്തിന് വില കൂടുമ്പോൾ ഡിമാൻഡ് ചിലപ്പോൾ കുറയണം എന്നില്ല. എന്താ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുക? മെഡിസിൻ അല്ലേ. ഇപ്പൊ മെഡിസിന് 10 രൂപ കൂടി അല്ലെങ്കിൽ 100 രൂപ കൂടിയാലും അപ്പോൾ ഡിമാൻഡിന് അതൊന്നും ഒരു തരത്തിലും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. മെഡിസിൻ നമ്മൾ വാങ്ങുന്ന അളവിലെ വാങ്ങുണ്ടാവുള്ളൂ. ഓക്കെ. ഇനി നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും. ഇപ്പോൾ ഒരു സ്റ്റേഷനറി ഐറ്റംസ്, നമ്മൾ ഒരു നിത്യോപയോഗ സാധനങ്ങൾക്ക് വാങ്ങുന്ന സാധനങ്ങൾക്കാണ് പ്രൈസ് കൂടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഡിമാൻഡിനെ ചിലപ്പോൾ കുറച്ചേക്കാം, ചിലപ്പോൾ ഡിമാൻഡിന് ചേഞ്ചസ് വരുന്നുണ്ടാവില്ല. അപ്പോൾ സോൾട്ടിന്റെ ഒരു കേസിലാണെങ്കിലോ പ്രൈസ് കൂടി, സോൾട്ടിന് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അത് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നില്ല. നമ്മൾ ആ വാങ്ങുന്ന ആ അളവിൽ തന്നെ ഈ സാധനം വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ഈ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് അത് ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രൈസ് ഓഫ് മെഡിസിൻ, പ്രൈസ് ഓഫ് ഫ്യൂവൽ, പ്രൈസ് ഓഫ് ലക്ഷറി ഓഫ് നെസസിറ്റി ഗുഡ്സ്. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് കൂടി ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. സം ടൈം ദ ഡിമാൻഡ് ഫോർ എ ഗുഡ് ചേഞ്ചസ് ഇൻ കൺസിഡറബിളി ഈവൻ ഫോർ സ്മോൾ പ്രൈസ് ചേഞ്ച്. ചിലപ്പോൾ എന്താണ്, ചെറിയ പ്രൈസ് ചേഞ്ച് ഉണ്ടാകുമ്പോഴും ഡിമാൻഡിനെ കാര്യമായിട്ട് എഫക്ട് ചെയ്യാം. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിന് അല്ലെങ്കിൽ അതർ ഫാക്ടേഴ്സിന് ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു. ഈ എഫക്റ്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഇത്രേ കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.